കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ അത് ഡെക്കൻ ക്രോണിക്കലിൽ പബ്ലിഷ് ചെയ്തു, വാട്ട് എം ടി ഡിഡ് ടു ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു. ദ ടാറ്റ് വാസ് എ ടൈറ്റിൽ. പക്ഷേ കുറേ സ്ത്രീകളൊക്കെ, ഇപ്പോൾ ഹൈദരാലിയുടെ ഭാര്യ, അവിടെ പൂർണ്ണയ, അവരുടെ ദിവാൻ പൂർണ്ണയ ഹൂസ് എ ബ്രാഹ്മിൻ, അയാളുടെ മകളും ഇസ്ലാമിൽ കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ഇതും അവിടെയുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, അയാളുടെ 2 കൈയും വെട്ടി. ഇപ്പം ഞാൻ ആക്ച്വലി അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പഴയതായതുകൊണ്ട് അതിൻ്റെ കൈയൊക്കെ പോയതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, കൈ വെട്ടിയിട്ട് ഹി ബ്ലഡ് ടു ഡെത്ത്. എല്ലാം ഹൈദരാലി പിടിച്ചടക്കിയെങ്കിലും എല്ലാം ഓൾ ദി ആക്ടിവിറ്റീസ് ആർ ആട്രിബ്യൂട്ടഡ് ടു ടിപ്പു സുൽത്താൻ. ആൾക്കാർ അച്ഛനെയും മോനെ ഒന്നാക്കിയിട്ട് എല്ലാം ടിപ്പു സുൽത്താനാണ് പറയുക. ഐ തിങ്ക് 1755 ലാസ്റ്റ് മാമാങ്കം. അതിനുശേഷം 66 ഹൈദരാലി വന്നു. അത് ഇറ്റ് വാസ് വൺസ് ഇൻ 12 years. അപ്പോൾ 12th year മുമ്പ് ഹൈദരാലി വന്നുകൊണ്ട് പിന്നെ മാമാങ്കം ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഇല്ല. സോ അങ്ങനെ കുറേ നല്ല സോഷ്യൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇന്ത്യൻ മിത്തോളജിയിൽ നമ്മൾ അറിയപ്പെടുന്ന ക്യാരക്ടേഴ്സ് സീത, ശകുന്തള, അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ എൻ്റെ ഈ ബുക്ക് പവർ വിമൻ 2021 പബ്ലിഷ് ചെയ്ത ബ്ലൂംസ്ബെറിയിൽ, അതിൽ ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ അവരെ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും മാറ്റിയിട്ടില്ല. ഉപ്പും മുളകും മസാല അങ്ങനെയല്ല, ബട്ട് നമുക്ക് അറിയാത്ത ചില ഷെയ്ഡ്സ് ഓഫ് ക്യാരക്ടർ ദി ഹാവ്. സീത വളരെ സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. Shakuntala, the Shakuntala we know is actually Kalidas Shakuntala. അവരൊരു ജെൻറ്റിൽ ക്രീച്ചർ, അങ്ങനെ വേറൊരു ടൈപ്പാണ്. പക്ഷെ ആക്ച്വലി മഹാഭാരതത്തിൽ വരുന്ന ശകുന്തള നല്ല സ്ട്രോങ് ക്യാരക്ടറായിരുന്നു. ദുർവാസാസ് കേഴ്സ്, ദ റിങ്, ദ ഫിഷ്, അതൊന്നും മഹാഭാരത സ്റ്റോറിയിൽ ഇല്ല. അവർ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ദുഷ്യന്തനെ തേടി പോവുക അങ്ങനെയൊന്നും അല്ല. അവർ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നു, 6-7 വർഷം വളർത്തുന്നു. ഒരു ഏജ് ആകുമ്പോൾ when he has to get his father's inheritance like that, അപ്പോഴാണ് അവർ ദുഷ്യന്തൻ്റെ പാലസിൽ പോകുന്നത്. അപ്പോൾ ദുഷ്യന്തനെ അറിയില്ല എന്നൊക്കെ പറയല്ലോ. At that time she will say, even without you, one day my son will rule this entire country which has the Himalayas for its crown and the 3 oceans for its base, something like that. സോ അത് അവർ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നതാണ്. അന്ന് ആ ഡിസ്ക്രിപ്ഷൻ ഓൾസോ ഇസ് ദാറ്റ് ഐഡിയ ഓഫ് ഇന്ത്യ ഈസ് വെരി ക്ലിയർലി കമ്മിങ് ഔട്ട് ഇൻ ദാറ്റ് ഫ്രം ദ മഹാഭാരത ഇറ്റ് സെൽഫ്. പിന്നെ ഉണ്ണിയാർച്ച, കണ്ണകി, അവരൊക്കെ ഈ ബുക്കിൽ അപ്പിയർ ചെയ്യുന്നത്. ഉണ്ണിയാർച്ചേൻ്റെ സ്റ്റോറിയും അങ്ങനെയാണ്. ഇപ്പോഴത്തെ യങ് ജനറേഷൻ ചിലപ്പോൾ അറിയുന്നത് MTൻ്റെ ഉണ്ണിയാർച്ച ആയിരിക്കും. പക്ഷേ ആക്ച്വലി ഉണ്ണിയാർച്ച വടക്കൻ പാട്ടിലെ ഹീറോയിനാണ്. അംഗം പയറ്റാനും എല്ലാം ചെറിയ പ്രായത്തിൽ ട്രെയിൻ ചെയ്ത് നാദാപുരം എൻകൗണ്ടറൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. പക്ഷേ MTയുടെ സ്റ്റോറിയിൽ വേറെ ഒരു ഷെയ്ഡാണ്. ഫോക്കസ് ഇസ് ഓൺ ഹെർ സെക്ഷുവാലിറ്റി, ഹെർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ചന്തു ആൻഡ് ഓൾ. അത് ചന്തുവിനെ ഒരു വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് MT ഉണ്ണിയാർച്ചേനെ കുറച്ച് മോശമാക്കിയാണെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. അന്ന് ഞാൻ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഹിന്ദുവിൽ അത് ഒരു ആർട്ടിക്കിൾ എഴുതി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് വേണോ, നമ്മൾ MTയോട് ചോദിക്കേണ്ടി വരും, അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ ഞാനും ഇൻസിസ്റ്റ് ചെയ്തില്ല, അത് വിട്ടു. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ അത് ഡെക്കൻ ക്രോണിക്കലിൽ പബ്ലിഷ് ചെയ്തു, വാട്ട് MT ഡിഡ് ടു ഉണ്ണിയാർച്ച എന്ന് പറഞ്ഞു. ദ ടാറ്റ് വാസ് എ ടൈറ്റിൽ. സോ ലൈക്ക് ദിസ് all the characters in our mythology, they have different shades. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് മോസ്റ്റ്ലി ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവാണ്. ഉണ്ട്. I mean, today still India is still a free country. We can say what we want, we can write what we want. But എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പതുക്കെ കുറച്ച് ഇൻടോളറൻ്റ് ആവുന്നുണ്ട്. ആദ്യമൊന്നും എഴുതുന്ന സമയത്ത് എനിക്കൊരിക്കലും ഇത് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ, ആരുടെയെങ്കിലും സെൻറ്റിമെൻറ്റ്സ് ഹേർട്ടാവോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ആ ചിന്തയുണ്ട്. നമ്മളത് ചിന്തിച്ചില്ലേ നമ്മളെ പബ്ലിഷർ പോയിൻ്റ് ഔട്ട് ചെയ്യും, ഇത് ഇങ്ങനെ എഴുതിയാൽ പ്രശ്നമാവോ എന്നൊക്കെ ഉള്ളതുണ്ട്. ഇൻഫാക്ട് എൻ്റെ ലേറ്റസ്റ്റ് ബുക്ക് ഇപ്പോൾ 2 weeks ആയിട്ടുള്ളൂ ഇത് പബ്ലിഷ് ആയിട്ട്, മലബാർ മൈസൂർ ആൻഡ് എ ടെയിൽ ഓഫ് 2 സുൽത്താൻസ്.
ഇത് ഹൈദർ അലി ടിപ്പു സുൽത്താനും അവരുടെ ഇൻവേഷൻ ഓഫ് മലബാറാണ് അതിൻ്റെ കോർ ഓഫ് ദിസ് ബുക്ക്. പിന്നെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെയ്ത കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അവർ ടിപ്പു സുൽത്താൻ എസ്പെഷ്യലി ഒരു ഹീറോ ആയിട്ട് ഐഡലൈസ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു കുറച്ച് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സത്യമാണ്. അന്നും അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവരുടെ കൂടെ ജോലി ചെയ്തവരും ഇവർക്ക് എതിരായിട്ട് യുദ്ധം ചെയ്തവരും എല്ലാം അവരെ ഇതിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അന്നത്തെ ബുക്സും ഉണ്ട്, ലെറ്റേഴ്സും കമ്മ്യൂണിക്കേഷൻസും ഉണ്ട്, മെമ്മോസ് റിട്ടൺ ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ. ഇൻഫാക്റ്റ് ഇവരെക്കുറിച്ച് ഭയങ്കര ഹ്യൂജ് നമ്പർ ഓഫ് സോഴ്സസ് ഉണ്ട്. ഇംഗ്ലീഷിൽ, ഫ്രഞ്ചിൽ, പോർച്ചുഗീസിൽ, ഡച്ച്, പേർഷ്യൻ, പിന്നെ ബാക്കിയുള്ള ഇന്ത്യൻ ലാംഗ്വേജസ്. ഇത് എത്ര സോഴ്സസ് ഉണ്ട്. അപ്പോൾ അത് അൺഡിനയബിളാണ്. ഒരുപാട് അവർ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. പിന്നെ അന്ന് യുദ്ധമല്ലേ, യുദ്ധത്തിൽ എവറിബഡീസ് ജോബ് ഇസ് ടു ഫൈറ്റ്. അപ്പോൾ ആരാണ് കൂടുതൽ യുദ്ധം അവർ ഹീറോ. കുറച്ച് തോറ്റിട്ട് കുറേ ജയിക്കുമ്പം ഹീറോ ആയി. അതാണ്. പിന്നെ അവരെല്ലാവരും ആരാധിക്കും. ഇന്നും അങ്ങനെയല്ലേ. ഇപ്പോൾ ഫുട്ബോൾ പ്ലെയർ ആണെങ്കിലും സിനിമാ താരമാണെങ്കിലും നമ്മൾ അവരെയാണ് ഒരു ദൈവം പോലെ കാണുന്നത്. അന്നും അത് തന്നെ. പക്ഷേ ഇന്ന് നമുക്ക് കുറേ വി ഹാവ് എക്സ്ട്രാ ഇൻഫർമേഷൻ. നമുക്ക് പഠിക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കുറേ സോഴ്സസ് ഉണ്ട്. അപ്പം നമ്മൾ കുറച്ച് ട്രൂത്ത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് വാസ് മൈ അറ്റംപ്റ്റ് ഇൻ റൈറ്റിംഗ് ദിസ് ബുക്ക്. ആക്ച്വലി അവരെക്കുറിച്ച് വലിയ ഇൻഫർമേഷനൊന്നും കിട്ടിയിട്ടില്ല. ജനറലി അറിയുന്ന ഗാർഗി, മൈത്രേയി, അങ്ങനെ കുറച്ച് പേര്, വെരി ലിമിറ്റഡ് ഇൻഫർമേഷൻ ദാറ്റ് വാസ് അവൈലബിൾ ഐ ഹാവ് പ്രസൻറ്റഡ് ദർ. സി ഈവൻ ഇൻ ദ ഋഗ്വേദ there are mention of women. ഒരു യുദ്ധത്തിൽ ഒരു കാല് പോയ സ്ത്രീ, അങ്ങനെയൊക്കെ ഉണ്ട്. സോ വിച്ച് മീൻസ് ഈവൻ ദാറ്റ് patriarchal society women were going to war, may be exception. നമ്മൾ നോക്കിയാൽ ഇപ്പം കൃഷ്ണനും സത്യഭാമയും, കൃഷ്ണൻ when he goes to fight this asura, I think Narakasura somebody, she also goes with him. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അവിടെ പറയുന്നത് ഹീ ഹാഡ് സം വരം ദറ്റ് ഓൺലി ഹിസ് മദർ ക്യാൻ കിൽ ഹിം. അപ്പോൾ സത്യഭാമ സപ്പോസ് ടു ബി ഭൂമിദേവീൻ്റെ, ഹീ ഈസ് എ ഭൂമിദേവി സൺ. സത്യഭാമ ഹാസ് ഗോട്ട് എ വരം. ഐ മീൻ സത്യഭാമ ഈസ് റീഇൻകാർണേഷൻ ഓഫ് ഭൂമിദേവി. ഇങ്ങനെയൊക്കെയുള്ള കണക്ഷൻസ് ഉണ്ട്. അങ്ങനെ അത് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ സത്യഭാമയാണ് അയാളെ കൊന്നത്, നോട്ട് കൃഷ്ണ. പിന്നെ ആ സ്റ്റോറിയിൽ കൃഷ്ണൻ ബോധം കെട്ട് വീഴുന്നും എന്തോ അമ്പൊക്കെ കൊണ്ടിട്ട് ബോധം കെട്ട് വീഴുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവളാണ് കൊന്നത്. സോ ദർ ആർ എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ആർ ഹിഡൻ ബട്ട് ഇറ്റ് ഈസ് ദെയർ. ദ തിങ് ഈസ് ഈവൻ ഇൻ ദാറ്റ് സ്ട്രോങ് പേട്രിയാർക്കൽ സ്ട്രക്ചർ ഇതുപോലെ കുറേ സത്യങ്ങൾ അവിടെ തന്നെ ഉണ്ട്. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നതല്ല, ഇറ്റ് ഇസ് ദെയർ. വെദർ ഇറ്റ് ഇസ് ദ മഹാഭാരത ഓർ ദ ഋഗ്വേദ ഓർ ദ രാമായണ. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇമ്പോർട്ടൻസും സ്ട്രെങ്ത്തും ഉണ്ട്. നമ്മളാണ് ഓവർ ദ ഇയേഴ്സ് അത് ഡൈല്യൂട്ട് ചെയ്ത് അവരെ ഇല്ലാതാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള തിങ്സൊക്കെ ഞാൻ വായിക്കുന്നത് കുറവാണ്. യുനോ ഐ റീഡ് ദീസ് പഴയ ഇതിൽ എന്താണുള്ളത്. സോ ഐ ട്രൈ ടു റീഡ് അഗൈൻ. ഇപ്പോൾ എനിക്ക് സംസ്കൃത് അറിയില്ല, ട്രാൻസ്ലേഷനാണ് വായിക്കുന്നത്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. സോ രാമായണ മഹാഭാരത ആൻഡ് ഓൾ ഞാനത് ഇങ്ങനെ വായിച്ചിട്ട് അതിലെന്തൊക്കെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സീത ഇങ്ങനെ പറഞ്ഞു, ആ ഡയലോഗ്, സീത മേക്ക് സം വെരി സ്ട്രോങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ടു രാമ. ഇവിടെ പോകാൻ കൊണ്ടുപോകണമെന്ന്, കാട്ടിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ രാമൻ പറയുമ്പോൾ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഷീ മേക്ക് സം വെരി ഡിഫിക്കൽട്ട് ആർഗ്യുമെൻറ്റ്സ്. ഷീ സേസ് ഈ എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ട, എൻ്റെ അച്ഛനും അമ്മയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം ഞാൻ എന്ത് ചെയ്യണം. യുനോ ദാറ്റ് കൈൻഡ് ഓഫ് എ ഡയലോഗ് ഇസ് ദെയർ. പിന്നെ വീണ്ടും വെൻ ഹീ ഈസ് ഇൻസിസ്റ്റിംഗ് ഷീ വിൽ സേ എന്താണ്, ഐ ഡോണ്ട് നോ വേർ മൈ ഫാദർ ഗോട്ട് യു എ വുമൺ ഡ്രസ്ഡ് ആസ് എ മാൻ ടു മാരി മീ. സോ ഇത് നമുക്ക് ഡയലോഗ് എത്ര പേർക്കറിയാം? നമ്മൾ 100 പേരെ, സ്ത്രീകളെ എടുത്താൽ മതി, 100 സ്ത്രീകളെ ചോദിച്ചാൽ ഈ കഥ ആർക്കെങ്കിലും അറിയോ? അറിയില്ല. വൈ? ബിക്കോസ് ഇറ്റ് ഇസ് സപ്രസ്ഡ്. അതർ തിങ്സ് ആണ് ഈ അശോകവനത്തിലിരുന്ന് കരയുന്നതാണ് നമുക്കറിയാവുന്നത്. സോ ദാറ്റ് ഈസ് നോട്ട് സീത, ദിസ് ഇസ് ദ ക്യാരക്ടർ. പിന്നെ അവസാനം അവർ രാമനെയും വേണ്ടെന്ന് വെച്ചിട്ട് പോവല്ലേ.
ഗോയിങ് ബാക്ക് ടു ദി എർത്ത്. അത് റിജക്ഷനാണ്. മര്യാദ പുരുഷോത്തം രാമന് ഒരു സ്ത്രീ വേണ്ടെന്ന് വെച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ്. നോ, ആയുധത്തിനെ കുറിച്ച് പറയുന്നത് യു ആർ എ ക്ഷത്രിയ, യുനോ ദ വെപ്പൺസ് ഇറ്റ് വിൽ ബി എ ടെംപ്ടേഷൻ ഇഫ് യു ക്യാരി, അങ്ങനെ പല ഇതും നമ്മൾ അന്യായം ചെയ്യരുത് ഇത് കയ്യിലുള്ളതുകൊണ്ട് എന്നൊക്കെ പറയുന്നില്ലേ. അതെപ്പോഴും ഉണ്ടാവുമല്ലോ. ദ ഐഡിയൽ വുമൺ, ഹൗ ദേ ഷുഡ് ബി, ഹൗ ദേ ഷുഡ് ഡ്രസ്. ഇപ്പോൾ പീപ്പിൾ ടെൽ യു ഹൗ യു ഹാവ് ടു ഡ്രസ്, ഹൗ യു ഷുഡ് നോട്ട് ഡ്രസ്. അഗെയിൻ ഇതൊരു ഐ ഫീൽ ദിസ് ഇസ് ദ കൺസ്ട്രക്ട് ഓഫ് എ പേട്രിയാക്കൽ സൊസൈറ്റി. ഇപ്പം നമ്മളെല്ലാവരും വി ആർ ഓൾ പാർട്ടി ടു ദ പേട്രിയാക്കൽ സ്ട്രക്ചർ. നമ്മൾ അതിൻ്റെ കോൺട്രിബ്യൂട്ടേഴ്സും കൂടിയാണ്. ആസ് ലോങ് എസ് വി ആർ നോട്ട് ചേഞ്ചിങ് ഇറ്റ്, വി ആർ ദ കോൺട്രിബ്യൂട്ടേഴ്സ്. നമുക്ക് പുരുഷന്മാരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ദേ ആർ ഓൾസോ വിക്ടിംസ് ഓഫ് ദ സെയിം സർക്കംസ്റ്റാൻസസ് ഇൻ ടു വിച്ച് ദേ ആർ ബോൺ ആൻഡ് വിച്ച് ദേ ആർ ടോട്ട്, അല്ലേ? പുരുഷന്മാരോടും നമ്മൾ കുറേ അന്യായം ചെയ്യുന്നുണ്ട്. കരയാൻ പാടില്ല, യു ഷുഡ് ബി സ്ട്രോങ്, അല്ലേ? ഈവൻ ഇഫ് യുവർ ഫാദർ ഓർ മദർ ഡൈസ്, യു ആർ നോട്ട് സപ്പോസ് ടു ക്രൈ, യു ആർ സപ്പോസ് ടു സ്റ്റാൻഡ് ലൈക്ക് എ പില്ലർ. അതിലെന്താ ലോജിക്കുള്ളത്? സോ ഇതൊക്കെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഓക്യുപ്പേഷണൽ ഹാസേർഡാണ്. ദർ ആർ തിങ്സ് വി ഹാവ് ടു ചേഞ്ച്. നമ്മൾ കോൺഷ്യസ്ലി ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ. പക്ഷേ വി ഗിവ് ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ്. ആചാരം എന്ന് പറഞ്ഞിട്ട് ഈ സതി വാസ് ആൻ ആചാരം, അത് നമുക്കിപ്പോൾ വേണോ? ഇന്ന് നമ്മൾ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്യുമോ? ഒരു ഭർത്താവ് മരിക്കുമ്പോൾ സ്ത്രീയും കൂടെ തീയിൽ ചാടി മരിക്കണം എന്ന് ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് മോശം ആചാരമായതുകൊണ്ട് അത് പോയി. അതുപോലെ വേറെ പലതും പോയിട്ടുണ്ട്. സോ ദർ ആർ ആചാരംസ് ദാറ്റ് ഹാവ് ടു ബി ചേഞ്ച്ഡ്. ഗുഡ്. എപ്പോഴും നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസ് ഫോളോ ചെയ്യുക. വേറെ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ കോപ്പി ചെയ്യേണ്ട ബെസ്റ്റ് പ്രാക്ടീസസ് ഉണ്ടാവും. വി ഷുഡ് കോപ്പി ദാറ്റ്. മോശമായിട്ടുള്ളത് നമ്മൾ വിടണം. ദർ ഇസ് നത്തിങ് സ്റ്റാറ്റിക് ആക്ച്വലി ഇൻ ദ വേൾഡ്. എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. ചേഞ്ച് മോശമൊന്നുമല്ല, ഇറ്റ് ഈസ് ഗുഡ്. ഇൻ പേഴ്സൺ 2 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഈ സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെല്ലൂർ പോയാൽ അവരുടെ ടിപ്പു സുൽത്താൻ്റെ മരണശേഷം അവരുടെ ഫാമിലി മൊത്തം വെല്ലൂർ ഫോർട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ കുറേ പേര് അവിടെ ജീവിച്ച് മരിച്ചിട്ടുണ്ട്. പിന്നെ ഇൻ ബിറ്റ്വീൻ ഒരു വെല്ലൂർ റിവോൾട്ട് 1806 റിവോൾട്ട് കഴിഞ്ഞപ്പോൾ അവർ കുറേ പേരെ പുരുഷന്മാരെയൊക്കെ കാൽക്കട്ടയിലേക്ക് എക്സൈൽ ചെയ്തു. പക്ഷേ കുറേ സ്ത്രീകളൊക്കെ, ഇപ്പോൾ ഹൈദരാലിയുടെ ഭാര്യ അവിടെ പൂർണ്ണയ, അവരുടെ ദിവാൻ പൂർണ്ണയ ഹൂസ് എ ബ്രാഹ്മിൻ, അയാളുടെ മകളും ഇസ്ലാമിൽ കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ഇതും അവിടെയുണ്ട്. അപ്പോൾ ശരിക്കും ആ കഥ ഞാൻ പഠിക്കുന്നത് അവരുടെ പൂർണ്ണയാസ് ഡോട്ടർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കൺവേർട്ടഡ് ടു ഇസ്ലാം, ഡൈഡ് ആൻഡ് സോ ആൻഡ് സോ ഇയർ. അവരുടെ പേരും ഇല്ല, വെറും പൂർണ്ണയാസ് ഡോട്ടർ എന്നുള്ള ആ ഖബർ അവിടെയുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് പിന്നെ ഞാൻ അന്വേഷിക്കുന്നത് ഇതെങ്ങനെയാണ് എന്നൊക്കെ. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മലബാർ ആസ് ഫാർ ആസ് അവർ പ്ലേസ് ഇസ് കൺസേൺഡ്, എൻ്റെ ഹോം ടൗൺ അമ്മ കല്യാശ്ശേരി, അച്ഛൻ കോടിയേരിയാണ്. അപ്പോൾ അവിടെയുള്ള റീജിയനിൽ എല്ലാം ഏത് അമ്പലത്തിൽ നമ്മൾ പോയാലും അതിൽ ഈ ടിപ്പു സുൽത്താനും അല്ലെങ്കിൽ ഹൈദരലി അറ്റാക്ക് ചെയ്ത ഒരു കഥയുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കേട്ട് തന്നെയാണ് വളരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ കുറച്ചുകൂടെ പോയി ചില പ്ലേസിൽ എഴുതി വെച്ചതുണ്ട്, ചില പ്ലേസിൽ അവിടെ ആൾക്കാർ പറഞ്ഞു തരും ഇതാണ് ഹിസ്റ്ററി. പിന്നെ പ്രോമിനൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു പ്ലേസ് ഉണ്ട്, ചെറുവത്തൂർ ഒരു വീരഭദ്ര ക്ഷേത്രമുണ്ട്. അവിടെ പോയാൽ ശ്രീകോവിലിൻ്റെ ജസ്റ്റ് പുറത്ത്, ജസ്റ്റ് ഔട്ട്സൈഡ് ദ ശ്രീകോവിൽ, യു വിൽ ഫൈൻഡ് ഒരു ലൈഫ് സൈസ് ബ്രോൺസ് സ്റ്റാച്യു ഉണ്ട്. അത് 2 കയ്യും ഇല്ല. അപ്പോൾ അതൊരു മാപ്പിളേൻ്റെ സ്റ്റാച്യു ആണ്. സോ അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, ആ ഹൈദരലീൻ്റെ ഫോഴ്സസ് അറ്റാക്ക് ചെയ്യാൻ, ഈ അമ്പലം അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടുത്തെ ഒരു മാപ്പിള, വലിയ വീട്ടിൽ മാപ്പിള എന്ന് പറഞ്ഞു, സോ ഹി മസ്റ്റ് ബി സം പ്രൊമിനൻറ്റ് ഫെലോ, ഹീ ട്രൈ ടു പ്രിവെൻറ്റ് ദം ഫ്രം അറ്റാക്കിങ് ദ ടെമ്പിൾ. അപ്പോൾ അവരെന്ത് ചെയ്തു, അയാളുടെ 2 കൈയും വെട്ടി. അപ്പോൾ ഞാൻ ആക്ച്വലി അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പഴയതായതുകൊണ്ട് അതിൻ്റെ കൈയൊക്കെ പോയതായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, കൈ വെട്ടിയിട്ട് ഹീ ബ്ലഡ് ടു ഡെത്ത്, ചോര വാർന്ന് മരിക്കുക ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യു അന്നും ഇന്നും അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോഴും നമ്മൾ പോയാൽ വി ക്യാൻ സീ. ഞാനത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് ഒരു ബുക്കിൽ ഞാനത് കാണിച്ചിട്ടുമുണ്ട്. ദാറ്റ് വാസ് എ ബുക്ക് അബൌട്ട് തെയ്യം. സോ യുനോ വീരഭദ്രനെ കുറിച്ച് എഴുതുമ്പോൾ ആ ഒരു പിക്ചർ. സോ ഇങ്ങനെ കുറേ തിങ്സ് ആ ദേർ ഇൻ ആ ഹിസ്റ്ററി. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകും, നമ്മളത് കാണും, തിരിച്ചു വരും. വി വോണ്ട് ഈവൻ നോ വാട്ട് ഈസ് ദ സ്റ്റോറി, എന്തുകൊണ്ടാണ് ആ മാപ്പിളേൻ്റെ സ്റ്റാച്യു അവിടെ നിൽക്കുന്നതെന്നുള്ളത്. സോ ദർ ആർ ലെസൺസ്. പിന്നെ ഈ കൂടാളി താഴത്ത് ഒരു തറവാടുണ്ട്, വെൽ നോൺ. അവിടെ ചെന്നപ്പോൾ ഈ കുളത്തിൻ്റെ അവിടെ ഒരു ക്യാനൻ ഉണ്ട്, ഒരു ചെറിയ ക്യാനൻ. അത് പണ്ട് ഈ ഹൈദരാലിൻ്റെ ടീം വന്നപ്പോൾ അവിടെ വിട്ടിട്ട് പോയതാണ്.
ഇവരിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ചെറിയൊരു വിളക്ക് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ദെയർ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സോ സി ഓൾ ദിസ് ആക്ച്വലി ഈസ് എ മെസ്സേജ് ഓഫ് പീസ്. ബിക്കോസ് കേരളത്തിൽ എപ്പോഴും ആൾക്കാർ ദേ ആർ ലിവിങ് ഇൻ ഹാർമണി, വേറെ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാതെ. കുറച്ച് സമയമാണ് ഈ സുൽത്താൻമാർ വന്ന സമയത്താണ് കുറച്ചൊരു ഹിന്ദു മുസ്ലിം ഹേറ്റഡൊക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. പിന്നെ അവരങ്ങ് പോയപ്പോൾ അതും എല്ലാം ബാക്ക് ടു സ്ക്വയർ വൺ. ഇന്ന് നമുക്ക് അങ്ങനെ ആരോടും വിരോധമൊന്നും ഇല്ലല്ലോ. ആക്ച്വലി മലബാർ വെട്ടിപ്പിടിച്ചത് ഹൈദർ അലിയാണ്. അപ്പോൾ ഹൈദർ അലി അത്ര ഒരു ഇൻടോളറൻ്റ് ആയിരുന്നില്ല. പിന്നെ ഈ യുദ്ധം ചെയ്യുന്നവർ പുരുഷന്മാർ മെയിൻലി അവരുടെ ഒരു കോർ കോമ്പറ്റൻസി ആണല്ലോ. മെയിൻ എയിം എപ്പോഴും ലൂട്ടിംഗ് ആണ്. അമ്പലത്തിൽ സ്വത്തുണ്ടാവും, അതുകൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്യാം. കൂട്ടത്തിൽ 1-2 ഏതെങ്കിലും അതിൻ്റെ കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്ത് വിടാമെന്നുള്ള അത്രയേ ഉള്ളൂ. ബട്ട് ടിപ്പു സുൽത്താൻ കുറച്ചുകൂടെ റിലീജിയസ് മൈൻഡഡ് ആയിരുന്നു. ഒരുപാട് കൺവേർഷൻസ് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ വെൻ യു ടേക്ക് ഇറ്റ് ടുഗെദർ, did he come for looting or he came for conversion? It is very difficult to point finger in one direction. രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് സത്യം. പിന്നെ ഹിസ്റ്ററിയിൽ ഒരുപാട് ആൾക്കാർ ഹൈദർ അലിനെ എല്ലാവരും മറന്നിട്ടുണ്ട്. ഹൈദർ അലിയാണ് എല്ലാ സ്ഥലവും ക്യാപ്ചർ ചെയ്തത്. ബിദനൂർ, മാംഗ്ലൂർ, മലബാർ, പിന്നെ വേറെ സിര ആൻഡ് ഓൾ, അങ്ങനെ കർണാടകയിലും തമിഴ്നാട്ടിലും എല്ലാം സ്ഥലങ്ങൾ പിടിച്ചിട്ടുണ്ട്. എല്ലാം പിടിച്ചടക്കിയതും ഇൻക്ലൂഡിങ് മൈസൂർ. മൈസൂർ ഈ വൊഡയർ കിങ്ഡമിൻ്റെ വദിയാർ ക്ലാൻ വാസ് ദെയർ. അവരെ ഓവർടേക്ക് ചെയ്താണ് ഇദ്ദേഹം മൈസൂർ ആദ്യം പിടിച്ചടക്കുന്നത്. പിന്നെ ബിദനൂർ, പിന്നെയാണ് മലബാർ. അപ്പോൾ എല്ലാം ഹൈദർ അലി പിടിച്ചടക്കിയെങ്കിലും എല്ലാം ഓൾ ദി ആക്ടിവിറ്റീസ് ആർ ആട്രിബ്യൂട്ടഡ് ടു ടിപ്പു സുൽത്താൻ. ആൾക്കാരെ അച്ഛനെയും മോനെ ഒന്നാക്കിയിട്ട് എല്ലാം ടിപ്പു സുൽത്താനാണ് പറയുക. ഈ ആക്ച്വലി മലബാർ ആദ്യം വന്നത് ഹൈദർ അലി ആയിരുന്നു. ടിപ്പു ആ സമയത്ത് ഒരു ചെറിയ പയ്യനായിരിക്കും, പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ. ഇവന് യുദ്ധത്തിൽ ട്രെയിനിങ് വേണമെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നു. ബട്ട് ഹി വാസ് റിയലി സ്മോൾ. ആൻഡ് ഈവൻ 10-20 വയസ്സൊക്കെ ആയപ്പോഴും ഇൻഡിപെൻഡൻറ്റ് ചാർജ് കൊടുക്കുമ്പോഴും ഹൈദർ അലി എന്ത് ചെയ്യും, ഈ സീനിയർ കമാൻഡേഴ്സ്, ഇയാളുടെ വളരെ സീനിയർ, എല്ലാം ബന്ധുക്കളും സ്വന്തക്കാരും അങ്ങനെയാണ് വെക്കുക, കമാൻഡേഴ്സിനെല്ലാം ഇവൻ്റെ കൂടെ വിടും. അപ്പോൾ അവരുടെ ഗൈഡൻസിലാണ് ഈസ് ഏബിൾ ടു ഡു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അങ്ങനെ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ഓൺലി ആഫ്റ്റർ ഹൈദർ അലീസ് ഡെത്ത് ദാറ്റ് ടിപ്പു സുൽത്താൻ കെയിം ഇൻ ഫുൾ കൺട്രോൾ. ബൈ ആൻഡ് ലാർജ് മെനി കിങ്സ്, ഇപ്പം കൊച്ചി രാജാവ്, ചില ആൾക്കാർ പൈസ കൊടുത്ത് ശല്യം ഒഴിവാക്കും. അങ്ങനെ സോ ദാറ്റ് ഈസ് എ സറണ്ടർ. ഓക്കെ, വിൽ ഗിവ് സോ മച്ച്, യു ഡോണ്ട് ട്രബിൾ അസ്. അത് അന്നത്തെ ഒരു പാറ്റേൺ ആയിരുന്നു. ഈ മറാഠാസ്, ഈ മൈസൂർ ഹൈദർ അലി ടീം എല്ലാം ടിപ്പിക്കലായിട്ട് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരൊരു വലിയ ആർമിയെ കളക്ട് ചെയ്യും, അവരെ നന്നായിട്ട് ട്രെയിൻ ചെയ്യും, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് അവിടെ സറൗണ്ട് ചെയ്യും. സറൗണ്ട് ചെയ്യുമ്പോൾ അവർ പൈസ കൊടുക്കും പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൈസ കിട്ടിയാൽ അവർ പോവും. അവർ കിട്ടിയില്ലെങ്കിലോ, കിട്ടിയത് ഓഫർ ചെയ്തത് മതിയായില്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് അവരുടെ പാറ്റേൺ. സോ ദാറ്റ് ഈസ് ഹൗ ഹൈദർ അലി ആദ്യം, ഈവൻ ബിഫോർ ഹി ഗോട്ട് കൺട്രോൾ ഓവർ മൈസൂർ, ദാറ്റ് ഈസ് ഹൗ ഹൈദർ അലി ബിക്കെയിം റിച്ച് ആൻഡ് പവർഫുൾ ആൻഡ് ഓൾ. ആക്ച്വലി അയാൾ അക്രോസ് ദ ബോർഡർ ഇവിടെ ഉണ്ടാകുമ്പോൾ 1751 മാർത്താണ്ഡവർമ്മ ഹൈദർ അലിൻ്റെ ടീമിനെ ഇൻവൈറ്റ് ചെയ്യും. ഇവിടെ ഈ ഹാഡ് ലോക്കൽ ട്രബിൾസ്. കുറേ ആളെ മാർത്താണ്ഡവർമ്മ കീഴടക്കിയപ്പോൾ അവരുടെ റിബല്യനൊക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഹൈദർ അലിൻ്റെ ടീമിനെ വിളിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മാർത്താണ്ഡവർമ്മ തോന്നുന്നു ഇയാൾ ശല്യമാണ്, വേണ്ടാന്ന്. അപ്പോൾ വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഹൈദർ അലി പറയും പൈസ തരണം, ഞാൻ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്ത് കഴിഞ്ഞു, സോ യു ഹാവ് ടു പേ. ഇപ്പോൾ മാർത്താണ്ഡവർമ്മ സെഡ് ഐ കനോട്ട് പേ. അപ്പോൾ ആ ഒരു ഗ്രീവൻസ് ഹൈദർ അലിക്ക് എന്നും ഉണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ട്രാവൻകൂർ അറ്റാക്ക് ചെയ്യണം എന്നുള്ള ഇതുണ്ടായിരുന്നു. അടുത്ത ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഹൈദർ അലി ഈ പാൽഗാഡ് രാജ, തരൂർ സൊറോബത്തിൻ്റെ രാജാവ് ഹൈദർ അലിയെ ഇൻവൈറ്റ് ചെയ്യും. എന്തിന്? സാമൂതിരിയെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സാമൂതിരി എപ്പോഴും ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വിളിക്കും. അപ്പോൾ ഹൈദർ അലിക്ക് അപ്പോൾ എന്തോ എമർജൻസി വന്നു, ശ്രീരംഗപട്ടണ പോകണം. അപ്പോൾ ബ്രദർ ഇൻ ലോ മഖ്ദൂം അലീനെ ഇങ്ങോട്ട് വിടും. പാൽഘാട്ട് വന്ന് ഇവർ വലിയ ആർമിയായിട്ട് വരുമ്പോൾ സാമൂതിരി 12 ലക്ഷം രൂപ തരാമെന്നൊക്കെ പറഞ്ഞ് അവർ സംഗതികൾ ഒതുക്കും. എന്നിട്ട് ദാറ്റ് ഈസ് ദ ഫസ്റ്റ് അറ്റാക്ക് ഓൺ മലബാർ ബൈ എ മുസ്ലിം ആർമി. ഹിസ്റ്ററി ഓഫ് കേരളയിൽ the only time a Muslim army has entered Kerala is that പാൽഘാട്ട് അണ്ടർ മഖ്ദൂം അലി. പിന്നെയാണ് 1766 ആലി രാജ ഇൻവൈറ്റ് ചെയ്തിട്ട് ഹൈദർ അലി ഹിംസെൽഫ് കംസ് ഫ്രം ദ നോർത്ത്. അപ്പോൾ ഈ കഥകളൊക്കെ വരുന്നത് അവിടെ ആ പടയോട്ടം എന്ന് നമ്മൾ പറയുന്ന അതാണ്.
നോർത്ത് നിന്ന് മംഗലാപുരത്ത് നിന്ന് സൗത്ത് കാസർഗോഡ് പയ്യന്നൂർ മറ്റേ ഇങ്ങനെ വന്ന് കതിരൂർ ഓൾ ദീസ് പ്ലേസസ് ഇൻ അവർ ടെറിട്ടറി ദേ ഹാവ് കം. അപ്പോൾ ചില പ്ലേസിൽ കുറച്ച് അധികം ക്യാമ്പ് ചെയ്തിരുന്നിട്ടുണ്ട്. ആക്ച്വലി കതിരൂർ അവർ പറയുന്നത് അവർ ഈ ലൂട്ട് ചെയ്തതെല്ലാം കൂടെ ആ കതിരൂർ ആ ടാങ്കിലങ്ങനെ ഇട്ടു, അമ്പലക്കുളത്തിലൊക്കെ ഇട്ടിട്ട്. ഇതെല്ലാം കഥയാണ്, ഇതുള്ളതാണെന്ന് നമുക്കറിയില്ല. തിരിച്ചു വരുമ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു ടീമിനെല്ലാം വെച്ചിട്ട് അവർ പോയി. പക്ഷെ പോയിട്ട് ആ വഴി തിരിച്ചു വരാൻ പറ്റിയില്ല. ദേ നെവർ കെയിം ബാക്ക്, ടിപ്പു സുൽത്താൻ നെവർ കെയിം ബാക്ക് ടു ദെയർ. അപ്പോൾ അതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള സ്പെക്കുലേഷൻ ഉണ്ട്. സോ ഈ ഓറൽ ഹിസ്റ്ററീസ്, പിന്നെ ഇൻഡിവിജ്വൽസും അവരുടെ ഓറൽ ഹിസ്റ്ററീസ് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഫാമിലി ഹിസ്റ്ററി അങ്ങനെ കുറച്ച് ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ അവരെ പേര് കൊടുക്കാനോ അങ്ങനെ എഴുതാനോ അവർ വില്ലിങ് അല്ല. ബിക്കോസ് സെൻസിറ്റീവ് ടോപ്പിക് അല്ലേ. എസ്പെഷ്യലി ഇപ്പം ദോസ് ഹു ആർ കൺവേർട്ടഡ്, അവരുടെ ഫാമിലി പണ്ട് നമ്പൂതിരി ആയിരുന്നു, ഇപ്പോൾ കൺവേർട്ടഡ് ആയിട്ട് മുസ്ലിംസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ആൾക്കാരൊന്നും എഴുതാൻ അവർ വില്ലിങ് അല്ല. പക്ഷെ അവർ പറയും ഇതാണ് ഞങ്ങളുടെ ഹിസ്റ്ററി. അത് നമ്മൾ കുറേ സോഴ്സസ് കമ്പയർ ചെയ്യുമ്പോൾ അതിലും ഒരു ചെറിയ ട്രാപ്പ് ഉണ്ട്. ഇപ്പോൾ 10 ആൾ ഒരേ സ്റ്റോറി പറഞ്ഞാൽ ഞാൻ വിചാരിക്കും അത് സത്യമാണെന്ന്. അതും തെറ്റാവാം. ചിലപ്പോൾ 11th 11th ഒരാൾ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ശരി. അപ്പം നമ്മൾ ആ കൊറോബറേറ്റിംഗ് വേറെ സ്റ്റോറീസും അതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് സീംസ് ടു ബി ക്രെഡിബിൾ, അത് നമ്മൾ ചില ഇതിൽ ഞാൻ 2 സൈഡും ഇട്ടിട്ടുണ്ട്. 2 ഓത്തേഴ്സ് ദിസ് വിൽക്സ് ഹാസ് റിട്ടൺ ലൈക്ക് ദിസ്, അതർ പേഴ്സൺ ഹാസ് റിട്ടൺ ലൈക്ക് ദിസ് എന്ന് പറഞ്ഞിട്ട്, ഇൻക്ലൂഡിങ് ഇപ്പോൾ ഹൈദർ അലീൻ്റെ ഹിസ്റ്ററി അവരുടെ അച്ഛൻ്റെ പേര് വരെ മാറ്റി മാറ്റിയാണുള്ളത്. അത് ഏതാണ്, ഹൂ ഇസ് ഹിസ് ഫാദർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. സോ ദർ ആർ അതർ നെയിംസ്. അതേപോലെ അവരുടെ ഭാര്യയുടെ പേരും ഹൂ ഇസ് ദ ഫസ്റ്റ് വൈഫ്, അതെല്ലാം കുറച്ച് എവറിത്തിങ് ഇസ് ഒരു ഗ്രേ ഏരിയാസ് ആണ്. ബട്ട് ദെൻ ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് ഓൾസോ. ആക്ച്വലി വാട്ട് ദേ ഡിഡ് ഇൻ ദ പ്ലേസസ്, അവർ ഒരുപാട് പേര് മരിച്ചു, ഒരുപാട് പേരെ തൂക്കിക്കൊന്നു, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ നോർത്തിലെ കിങ്ഡംസ് എല്ലാം അതോടെ അവസാനിച്ചിട്ടുണ്ട്. കോലത്തിരി രാജാവിൻ്റെ ഡിനസ്റ്റി ഈസ് ഫിനിഷ്ഡ്, സാമൂതിരി ഈസ് ഫിനിഷ്ഡ്, മാമാങ്കം ഈസ് ഫിനിഷ്ഡ്. മാമാങ്കം നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആസ് എ ട്രഡീഷൻ ദാറ്റ് എൻഡഡ് വിത്ത് ഹൈദർ അലി. അതിൻ്റെ കുറച്ച് ഐ തിങ്ക് 1755 ലാസ്റ്റ് മാമാങ്കം. അതിനുശേഷം 66 ഹൈദർ അലി വന്നു. അത് ഇറ്റ് വാസ് വൺസ് ഇൻ 12 years. അപ്പോൾ 12th year മുമ്പ് ഹൈദർ അലി വന്നുകൊണ്ട് പിന്നെ മാമാങ്കം ഉണ്ടായിട്ടില്ല, ഇന്ന് വരെ ഇല്ല. സോ അങ്ങനെ കുറേ നല്ല സോഷ്യൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചിലർ പറയും ഫ്യൂഡലിസം അവസാനിച്ചു, അതൊന്നും ശരിയൊന്നുമല്ല, ഒന്നും അവസാനിച്ചിട്ടൊന്നുമില്ല. ബട്ട് there was social change. അതിപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ഈ കോവിഡിൽ തുടങ്ങിയതാണ് 2-3 വർഷമായിട്ട് ഈ ഹിസ്റ്ററി സുൽത്താൻസിൻ്റെതും. പിന്നെ വേറെ ഒരു ബുക്ക് കഴിഞ്ഞ കൊല്ലം പബ്ലിഷ് ചെയ്തത്, ഇറ്റ്സ് തെയ്യത്തിനെ കുറിച്ചാണ്, ഗോഡ്സ് ഡാൻസിങ് അമംഗ് മെൻ, ദ മിസ്റ്റിക്കൽ വേൾഡ് ഓഫ് തെയ്യംസ് ഓഫ് നോർത്ത് മലബാർ. ആ രണ്ടിനും ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു, ഞാൻ സൈമിൾട്ടേനിയസ്ലി ചെയ്തുകൊണ്ടിരുന്നു. സോ ഐ വാസ് ടെല്ലിങ് മൈ സെൽഫ്, ഇനി ഒരു കൊല്ലം ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്മിറ്റ് ചെയ്തതുണ്ട്, കൺസൾട്ടിങ് അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല, പൈസയും കിട്ടുന്നതാണ്, ചെയ്യണം. വേറെ ഞാൻ ഹാർഡ് വർക്കൊന്നും ചെയ്യൂല എന്നുള്ള ഒരു ദാറ്റ് വാസ് മൈ പ്ലാൻ ഫോർ ദിസ് ഇയർ. എന്നാലും ഐ ഹാവ് സം ഐഡിയാസ് ഇൻ മൈൻഡ് വിച്ച് ഒരുപാട് റിസർച്ച് വേണ്ടാത്ത, ബിക്കോസ് ഐ റൈറ്റ് മോസ്റ്റ്ലി നോൺ ഫിക്ഷൻ. ഫിക്ഷൻ റെയറാണ്, കുറച്ച് സ്റ്റോറീസ്, ആനിമൽ സ്റ്റോറീസ് അങ്ങനത്തെ ഒക്കെ എഴുതിയിട്ടുണ്ട്. ബട്ട് ദേ ആർ ഓൾസോ വെരി ഫാക്ട് ബേസ്ഡ്. റിസർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു രീതിയിലൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്, അത് പഠിക്കണം, വെറുതെ ലൂസ് ടോക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇയർ ഇൻഷാ അല്ലാ